ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഫിഷ് കൊണ്ടൊരു സ്റ്റ്യൂ തയ്യാറാക്കിയെടുത്താലോ? അതും ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട്. അപ്പം നമുക്കിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള മീൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് കിങ് ഫിഷാണ് കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ ദശക്കട്ടിയുള്ള ഏത് മീൻ ഉപയോഗിച്ചിട്ടും ഇതേപോലെ രുചികരമായിട്ട് നമുക്ക് സ്റ്റ്യൂ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കിങ് ഫിഷ് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത് 1 കിലോ കിങ് ഫിഷ് ഉണ്ട്. ഇനി നമ്മൾക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്കൊരു നേരിയ മഞ്ഞ കളർ ഉണ്ട് കേട്ടോ. ചിലവർക്കൊക്കെ വൈറ്റ് കളറിലുള്ള സ്റ്റ്യൂ കഴിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒഴിവാക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. അപ്പോൾ നമുക്ക് വെള്ള കളറിലുള്ള സ്റ്റ്യൂ നമുക്ക് തയ്യാറാക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ വെള്ള കളറിലാണ് സ്റ്റ്യൂ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മഞ്ഞൾപ്പൊടി ഫുള്ള് ഒഴിവാക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണ് ഇഞ്ചും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പുളിയുടെ പേസ്റ്റാണ് കേട്ടോ. അതായത് കോൽപ്പുളിയില്ലേ, ആ കോൽപ്പുളിയുടെ പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളിയുടെ അല്ല കേട്ടോ. സാധാരണ നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ കുടംപുളി ചേർത്തിട്ടാണ് മീൻകറി ഉണ്ടാക്കുക. നമ്മൾ 90% മീൻകറി ഉണ്ടാക്കുമ്പോൾ കുടംപുളി ചേർത്തിട്ടാണ് മീൻകറി ഉണ്ടാക്കാറ്. പക്ഷേ ഞാനിവിടെ ഫിഷ് സ്റ്റ്യൂ ആയതുകൊണ്ട് തന്നെ കുടംപുളി അല്ല എടുത്തിട്ടുള്ളത്. കോൽപ്പുളിയുടെ പേസ്റ്റ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൽപ്പുളിയുടെ പേസ്റ്റിന് പകരം വേണമെങ്കിൽ വിനെഗർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു പുളിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുളി പിഴിഞ്ഞിട്ട് അധികം വെള്ളം ഇല്ലാണ്ട് ആ പേസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഫിഷിൽ നല്ല പോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ അരമണിക്കൂർ മൂടി വെക്കുകയാണ്. ഈ അരമണിക്കൂർ ചുരുങ്ങിയ സമയമായതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ അരമണിക്കൂറിനേക്കാളും കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ മീൻ കേടുവരും. നമ്മൾ വേണമെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നല്ലപോലെ ഈ പുളിയൊക്കെ ഫിഷിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് തന്നെ പുറത്ത് മൂടി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെജിറ്റബിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് 2 സബോള, മീഡിയം സൈസ് സബോള ആയതുകൊണ്ട് 2 സബോള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നീളത്തിൽ കീറിയ ഒരു 5 പച്ചമുളകുണ്ട്, കുറച്ച് കറിവേപ്പിലുണ്ട്. അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി 2 എണ്ണം, പിന്നെ ഒരു 2 കഷ്ണം പട്ട, 3 ഏലക്ക, അതേപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു, 3-4 ഗ്രാമ്പു, ബേ ലീവ്സ് ഒരു 2 എണ്ണം. ഇത്ര ഇൻഗ്രീഡിയൻസും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസും നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആവശ്യമുണ്ട്. ഇതിപ്പോൾ 1 കിലോ കിങ് ഫിഷ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ 2 സബോള എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോനൊക്കെ ആണെങ്കിൽ നമ്മൾ മീഡിയം സൈസിലുള്ള ഒരു സബോളയൊക്കെ എടുത്താൽ മതിയായിരിക്കും. പിന്നെ തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം തന്നെ എടുക്കണം. ചെറുതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുറച്ചും കൂടി കൂട്ടിയെടുക്കണം കേട്ടോ. നമുക്കപ്പോൾ ഇനി സ്റ്റ്യൂ തയ്യാറാക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ പച്ചക്കറിയൊക്കെ മുറിക്കാൻ നിന്നാൽ മതി. അപ്പോൾ അപ്പോഴേക്കും നമ്മളുടെ മീൻ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ സ്റ്റവിൽ വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ സബോള, അതേപോലെ തന്നെ തക്കാളി, പിന്നെ നമ്മളുടെ കറിവേപ്പില, പച്ചമുളക്, ഇത് ഈ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചേക്കുന്ന പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ്, ഏലക്ക ഇട്ട് കൊടുക്കണം. ഈ പട്ടയും ഗ്രാമ്പും ബേ ലീവ്സും ഏലക്കയും വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. അതായത് ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ പട്ടയും ബേ ലീവ്സും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ആദ്യം ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ കുറഞ്ഞ അളവിലാണ് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ സബോളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഇനി ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നില്ല. ഞാനൊന്ന് മൂടി വെക്കുകയാണ്. മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്താൽ തന്നെ ഇത് പെട്ടെന്ന് വാടി കിട്ടും. അല്ല നിങ്ങൾക്ക് പെട്ടെന്ന് വാടി കിട്ടണമെന്ന് വെച്ചാൽ ആദ്യം ഉപ്പിട്ടിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് വാടി കിട്ടും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ മുറിച്ച് വെച്ചേക്കണ 2 ഉരുളക്കിഴങ്ങും എന്ന് പറയുന്നത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. അതേപോലെ തന്നെ ഒരു ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ പീസാക്കിയിട്ട് വേണം മുറിക്കാനായിട്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ സബോളയും തക്കാളിയൊക്കെ നല്ലപോലെ വാടിയതിന് ശേഷമാണ് ഇപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചൂടാക്കിയ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയാണ് ഞാനിവിടെ ഉപ്പിട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും കുരുമുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും മൂടി വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇത്ര നേരം ഇട്ടുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തു എന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്തതിന് ശേഷം നമ്മൾ വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇപ്പോൾ ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റൊക്കെ മൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്തതിന് ശേഷമാണ് പിന്നെയും 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ 1 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അധികം വെള്ളം ഒഴിച്ചെടുക്കണ്ട. നമ്മളുടെ മീനൊന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അധികം വെള്ളമായി കഴിഞ്ഞാൽ ആ വെള്ളം ഒരുപാട് നമ്മളിങ്ങനെ തിളപ്പിച്ച് വറ്റിക്കുന്നതിൻ്റെയോടൊപ്പം ഈ മീനൊക്കെ വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറഞ്ഞ അളവിൽ ഒഴിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഉടയാണ്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും ഈ പച്ചക്കറികളും ഒക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ പാനൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇളക്കി കൊടുക്കാണ്ട് തന്നെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു മീഡിയം സൈസ് പാൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കണത്. ഇനി നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി വെച്ചിട്ട് മീനൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ പിന്നെ അധികം കുക്കിംഗ് ടൈം ഇല്ലല്ലോ. ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളൊക്കെ തന്നെ മൂടി വെച്ച് വരുമ്പോഴേക്കും നമ്മളുടെ മീനും വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് ഇളക്കി കൊടുത്തിട്ട് മീൻ ഉടയാണ്ട് തന്നെ നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ മീൻ മൂടി വെച്ചിട്ട് ഒന്ന് വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാഗിയുടെ കോക്കനട്ട് പൗഡർ എടുത്തിട്ടാണ് തേങ്ങാപ്പാൽ കലക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാഗിയുടെ കോക്കനട്ട് പൗഡർ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മാഗിയുടെ കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ ആദ്യം കലക്കിയെടുക്കുക. കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാഗിയുടെ കോക്കനട്ട് പൗഡർ എടുത്തിട്ട് തേങ്ങാപ്പാൽ എടുക്കുന്നവർക്ക് അറിയാം അത് എങ്ങനെയാണ് കലക്കിയെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 12 കശുവണ്ടി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മീനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും അധികം ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാഗിയുടെ കോക്കനട്ട് പൗഡർ കലക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മീൻ വെന്തതിന് ശേഷം മൂടി തുറന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ കശുവണ്ടി ഒന്ന് അരച്ചെടുക്കാം. കശുവണ്ടി വളരെ കുറഞ്ഞ വെള്ളത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കശുവണ്ടി പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടണമെങ്കിൽ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സോക്ക് ചെയ്ത് വെക്കാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്നും അരഞ്ഞിട്ടില്ല. ചെറുതായിട്ട് കടിക്കുന്ന പാകത്തിലാണ് ഞാനിവിടെ കശുവണ്ടി അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലപോലെ അരഞ്ഞ് കിട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ടേക്ക് ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കശുവണ്ടി നല്ലപോലെ അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇവിടെ തേങ്ങാപ്പാലും കാഷ്യൂനട്ടും ഒക്കെ ചേർത്തിട്ട് ഒന്ന് തിളച്ചാൽ മതി.
തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടിൽ നിന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടിയും കുറുകി കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് സ്റ്റ്യൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും